നമസ്കാരം കൂട്ടുകാരെ. ഇന്നെൻ്റെ വീഡിയോ നല്ല രുചിയേറിയ ഒരു ചിക്കൻ റോസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വീഡിയോ ഈ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കണേ. നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച ചിക്കൻ റോസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയും സൂപ്പറായിട്ട് നല്ല ടേസ്റ്റോടെ നല്ല ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളമൊക്കെ തോർത്തി എടുത്ത് വെച്ചിരിക്കുന്നു. ഒരു ശകലം പോലും വെള്ളം ഉണ്ടാവരുത് നമ്മുടെ ചിക്കനകത്ത്. അതിന് ശേഷം ഒരു വലിയ ടീസ്പൂണ് മുളക്, കാശ്മീരി മുളകും സാദാ മുളകും കൂടെ ചേർത്തതാണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഒരു നാരങ്ങ നീര്, ഒരു മുറി നാരങ്ങയുടെ നീര് എല്ലാം ചേർത്ത് നമ്മുടെ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ നല്ലപോലെ വരട്ടിയെടുക്കണം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല മസാലയെല്ലാം തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ആ നാരങ്ങ നീരും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നമ്മൾ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം അമുക്കി തേച്ച് കൊടുക്കുവാണ്. നല്ലവണ്ണം തേച്ച് നല്ല വൃത്തിക്ക് മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കുന്ന വിധം നമ്മൾ തിരുമ്മി കൊടുക്കണം കേട്ടോ. നമ്മുടെ മുളക് എരിവ് ഉള്ള മുളക് പൊടിയാണ്. കാരണം 2 മുളകും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിക്കുന്ന മുളകാണേ. അപ്പോൾ 2ഉം കൂടെ മിക്സ് ചെയ്ത പൊടികളാണുള്ളത്. അടുത്തതായിട്ട് നമുക്കൊരു 4 സവാളയും ഒരു 2 ബോൾ വെളുത്തുള്ളിയും, കുറച്ച് മല്ലിയില, 2 കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്. നമുക്ക് ഈ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെക്കാം. പച്ചമുളക് 2ആയിട്ടൊന്ന് കീറിയെടുത്തിട്ട് വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ചൂടായപ്പോൾ നമ്മൾ സവാള വറുത്ത് കോരുവാണ്. നമ്മുടെ സവാള വറുത്ത് കോരിയിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് ഹാർഡായിട്ട് വറക്കണ്ട, റബ്ബർ പോലെ ആയിപ്പോവും. കുറച്ച് സോഫ്റ്റായിട്ട് വരണം. ആ രീതിയിൽ നമുക്ക് ചിക്കൻ വറുത്ത് പോരാവേ. ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇട്ടെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ചിക്കനിൽ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളിയും കൂടെ ഉണ്ട്. അത് വിട്ടുപോയി പറയാനേ. ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഉണ്ട്. നമ്മളതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി അതിന് ശേഷം നമ്മളെ വീട്ടിൽ ഒരു മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഗരം മസാല മാത്രമല്ല, അതിലേക്ക് നമ്മൾ മല്ലി, ജീരകം, അങ്ങനെ കുറേ ചേരുവകളൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചൊരു മസാലക്കൂട്ടുണ്ട്. ആ മസാലക്കൂട്ടും 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മുടെ വറുത്തരച്ചതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചതാണ്. അതിലേക്ക് ഇച്ചിരി കാഷ്നട്ടും കൂടെ പൊടിച്ച് ചേർത്തിട്ട് അതും ചേർത്ത് കൊടുത്ത് നമ്മൾ വറുത്ത് കോരി വെച്ച നമ്മുടെ സവാളയും ചേർത്ത് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുക്കറിലേക്കാണ് ഇട്ടിരിക്കുന്നത്. തിളച്ച വെള്ളം
ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് ഒരു 3 വിസിൽ വന്നിട്ട് അതിനുശേഷം നമ്മുടെ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാം. ചപ്പാത്തി, ബ്രെഡ്, അപ്പം എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് നല്ല രുചിയുള്ള ഈ ചിക്കൻ റോസ്റ്റ് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരല്ലേ, ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്ന് നമുക്കറിയാൻ വയ്യ. ആരും ഒരു കമൻറ്റ് പോലും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്കറിയാനൊരു ആഗ്രഹമുണ്ട്, നമ്മൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നതെന്നും ഒക്കെ. അപ്പോൾ നിങ്ങളൊന്നൊരു കമൻറ്റ് ചെയ്യൂ, എങ്ങനെ ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നന്നായെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒരു അഭിപ്രായം എന്നെ അറിയിക്കുമോ കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.